നമസ്കാരം. നാളെ മകരം ഒന്നാണ്. അതിവിശേഷപ്പെട്ടതായ ഒരു ദിവസം. കാരണം പുതിയ മാസാരംഭമാണ്. ഏതൊരു ദിവസവും പുതിയ പ്രതീക്ഷകളോടെയാണ് ആരംഭിക്കുക. ഈ മാസവും നിങ്ങൾക്ക് പലവിധ പ്രതീക്ഷകൾ ഉണ്ടാകും. ആ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുവാൻ, ശുഭകരമായ ഫലപ്രാപ്തിയിലെത്തുവാൻ സഹായകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുക. ഇവർ നാളെ നിങ്ങളുടെ വീടുകളിൽ വരുന്നത് പോലും അതീവ ശുഭകരമാണ്. ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ? ഇവർ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ മാറ്റങ്ങൾ, ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ആ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ ഫലങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്നാൽ ഒരു കാര്യം കൂടി പ്രത്യേകം അറിയുക. ആര് തന്നെ നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ ഉയർച്ച വന്നു ചേരണം എന്ന ആഗ്രഹത്തോടെ നൽകുകയാണ് എങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എന്നാൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് കൈനീട്ടം നൽകുകയാണ് എങ്കിൽ തീർച്ചയായും ഇരട്ടി ഫലദായകം തന്നെയാണ്. ആദ്യം പരാമർശിക്കാനായി പോകുന്നത് കൈനീട്ടത്തെ കുറിച്ചാണ്. ആദ്യത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ആ മാസം വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ തടസ്സങ്ങൾ വഴിമാറുവാനും ധനപരമായ ഉയർച്ച അവരിലേക്ക് വന്നു ചേരുവാനും സഹായകരമാകുന്നു. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാരിൽ നിന്നും 1-ാം തീയതി കൈനീട്ടം വാങ്ങുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും എന്നാണ് പറയുക. ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടുതലായി തുണയ്ക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വന്നു ചേരുക. കർമ്മരംഗത്തും ബിസിനസ് പരമായും അല്ലാതെയും നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ സൗഭാഗ്യവും ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നിറയും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാനും ഐശ്വര്യം ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാനും സഹായകരമായി തീരും. ഏതൊരു വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുകയും ആ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുകയും ധനപരമായും അല്ലാതെയും നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായി തീരും. അതിനാൽ അനിഴ നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ സമ്പൽ സമൃദ്ധി തന്നെയാണ് ഫലമായി വന്നു ചേരുക. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുകയും അത് ധന നേട്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യാം. കൂടാതെ സന്തോഷവും സമാധാനവും മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കുകയും ചെയ്യാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കുകയും അത് ധനപരമായ നേട്ടങ്ങൾക്കും മറ്റു നേട്ടങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യാം. കൂടാതെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ദേഷ്യം നിയന്ത്രിക്കാനും സന്തോഷത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാനും ബുദ്ധി കൂർമ്മതയോടെ കാര്യങ്ങൾ ചെയ്യുവാനും അനുകൂലമാക്കുവാനും ധനപരമായ നേട്ടങ്ങളും മറ്റു നേട്ടങ്ങൾക്കും കാരണമായി തീരാം. കാർത്തിക സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളുമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. ധനപരമായ പ്രയാസങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നുകൊണ്ടേയിരിക്കും. പല പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് നിഴലിച്ചിരുന്നതായ പലവിധ ദോഷകരമായ കാര്യങ്ങൾ, പരാജയ ഭീഷണി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ഭാഗ്യവും ധനപരമായ നേട്ടങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. രോഹിണി നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് ഫലമായി വന്നു ചേരും. ഏത് കാര്യത്തിലും വിജയിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതാണ്. അത് ധനപരവും അല്ലാതെയും
നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. തൃക്കേട്ട നക്ഷത്രക്കാരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതിലൂടെ ധനം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം തന്നെ വിജയങ്ങൾ നേടുക, കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുക, പിന്തുണ ലഭിക്കുക. കൂടാതെ ഈ സമയം നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം പോലും ലഭിക്കാം. നിങ്ങളുടെ തൊഴിൽപരമായും ബിസിനസ് പരമായും ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. ഈ നക്ഷത്രക്കാരെ പോലെ തന്നെ 1-ാം തീയതി ചില നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഇരട്ടി നേട്ടങ്ങൾക്ക് കാരണമായി തീരും. ഇവർ വീടുകളിൽ വരികയാണ് എങ്കിൽ പോലും ആ വീടുകളിൽ ഐശ്വര്യം നിറയും എന്നാണ് പറയുക. എന്നാൽ ഇവർ നിങ്ങൾക്ക് ഉയർച്ച വന്ന് ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ മനഃശുദ്ധിയോടെ കയറിയാൽ മാത്രമേ നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. ആദ്യത്തേതായ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. കൂടാതെ രേവതി നക്ഷത്രക്കാരും തിരുവോണം, മകം, പൂരാടം, പൂയം, ഉത്രാടം, ഉത്രം, പൂരം, അത്തം, ചിത്തിര, അനിഴം, വിശാഖം, പുണർദം എന്നീ നക്ഷത്രക്കാരും ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇവർ നിങ്ങളുടെ വീടുകളിൽ 1-ാം തീയതി കയറുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ നാളിൽ പെട്ടവർ അന്നേ ദിവസം രാവിലെ ആദ്യം വീട്ടിൽ സന്തോഷത്തോടെ വന്ന് കയറേണ്ടതായിട്ടുണ്ട്. ആദ്യം കയറിയാൽ മാത്രമേ ഫലം ലഭിക്കൂ. കൂടാതെ അവർ നിങ്ങൾക്ക് ഉയർച്ച വന്നു ചേരണം എന്ന ആഗ്രഹത്തോടെ തന്നെ കയറേണ്ടതും അനിവാര്യമാണ്. മനസ്സില്ലാ മനസ്സോടെ കയറുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതല്ല. അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. അവർ സന്തോഷത്തോടെ വരികയും സന്തോഷത്തോടെ തന്നെ തിരിച്ചു പോകേണ്ടതും അനിവാര്യമാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം സിദ്ധിക്കൂ. എന്നാൽ അവർ വീടുകളിൽ വരുമ്പോൾ അവർക്ക് ഭക്ഷണവും ജലവും നൽകുന്നത് ഏറ്റവും ശുഭകരമാണ്. അവരുടെ മനസ്സ് നിറച്ച് പറഞ്ഞയക്കണം എന്നാണ് പറയുക. അപ്രകാരം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം സിദ്ധിക്കൂ. ഇനി പരാമർശിക്കുന്ന നക്ഷത്രക്കാർ ആരും നിങ്ങൾക്ക് 1-ാം തീയതി കയറുവാൻ ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും നിറയണം, നിങ്ങൾ ഉയർന്ന് കാണണം എന്ന ആഗ്രഹത്തോടെ ഏതൊരു വ്യക്തി 1-ാം തീയതി കയറിയാലും അല്ലെങ്കിൽ കൈനീട്ടം വാങ്ങിയാലും ശുഭമായി തന്നെ ഭവിക്കും. എന്നാൽ അവരുടെ മനഃശുദ്ധിക്കാണ് പ്രാധാന്യം എന്ന കാര്യവും ഓർക്കുക. എന്നാൽ മുൻപ് പരാമർശിച്ച നക്ഷത്രക്കാർ കയറുകയാണ് എങ്കിൽ ഇരട്ടി ഫലദായകം തന്നെയാണ്.